നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിയമങ്ങൾ പരിഷ്കരിച്ച് ബഹ്റൈൻ. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയത്. ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം. ബഹ്റൈനിലെ സൽമാബാദിൽ ലൈസൻസ് ഇല്ലാതെ വീട്ടിൽ ചികിത്സ നടത്തിയതിന് വ്യാജ ഡോക്ടർ പിടിയിലായി. 49കാരനായ പ്രതി വീട്ടിൽ വെച്ച് രോഗികൾക്ക് അനധികൃതമായി ചികിത്സാ സേവനങ്ങൾ നൽകിയതായും പരിശോധനയിൽ അംഗീകാരമില്ലാത്ത മരുന്നുകളുടെ ശേഖരം കണ്ടെത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തായത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. അർഹരായ ബിസിനസ് ഉടമകൾക്ക് പ്രചോദനം നൽകാൻ UAE. ഭിന്നശേഷിയുള്ളവരെ ട്രേഡ് മാർക്ക് സേവന ഫീസുകൾ നൽകേണ്ടതില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. അർഹമായ വ്യാപാരികൾക്ക് ട്രേഡ് മാർക്ക് സേവന ഫീസിൽ 50% കുറവ് പ്രഖ്യാപിച്ചു. 28 ട്രേഡ് മാർക്ക് സേവനങ്ങൾക്കുള്ള ഫീസുകളും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. ചില സേവനങ്ങളുടെ ഫീസുകൾ ഭേദഗതി ചെയ്യുകയും പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ദുബായിൽ സ്മാർട്ട് ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ച് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ആഴ്ചയിലെ ദിവസത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്ന പുതിയ പീക്ക് ഓഫ് നിരക്കുകളും ബുക്കിംഗ് ഫീസുകളും അതോറിറ്റി പ്രഖ്യാപിച്ചു. പുതിയ നിരക്ക് ഘടനയ്ക്ക് കീഴിൽ മിനിമം ചാർജ് 12 ദിർഹമിൽ നിന്നും 13 ദിർഹമാക്കി വർദ്ധിപ്പിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ പീക്ക് സമയങ്ങളായ രാവിലെ 8 മുതൽ 9:59 വരെയും വൈകുന്നേരം 4 മുതൽ 7:59 വരെയും ബുക്കിംഗ് ഫീസ് 7.50 ദിർഹമായും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.